ചാനൽ. ആദ്യം വിചാരിച്ച് ഞാനൊരു ഡോർ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഐ തോട്ട് somebody is coming now. അപ്പോൾ സോനും എബ്രു അവിടെ പാട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ പാട്ട് ഇങ്ങോട്ട് കേട്ട പ്രശ്നം, അതുകൊണ്ട് ഞാൻ കിച്ചൺ ഡോർ അടിച്ചിരിക്കുകയാണ്. എൻ്റെ മോന് ഗൈസ്, എല്ലാ കിഡ്സ് ലവ് കാർട്ടൂൺസ് ആൻഡ് ഓൾ റൈറ്റ്. മൈ സൺ ഹി ലവ് സോങ്സ്, ഡാൻസ്, മുത്ത് ഫുൾ വൈബിൻ്റെ ആളാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എനിച്ചു എന്താണ് പരിപാടി എന്നല്ലേ? ഓക്കെ, ഞാൻ എബ്രോന് ഫുഡൊക്കെ കൊടുത്തു, ക്ലീൻ ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ആൻഡ് ഇവിടെ പല ആൾക്കാർക്കും പല ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബിക്കോസ് ബേബി ഈസ് ഇൻ ഡയറ്റ്, ഒരു ചെറിയ ഡയറ്റിലാണ്. അപ്പോൾ ജിം പോയി വന്നിട്ട് ഹിൽ ഈറ്റ് ബുൾസൈ, ഐ മീൻ ഓഫ് ബോയിൽ എഗ്. അപ്പോൾ അത് കഴിച്ചു. നമുക്ക് പുട്ട് ആണ്, പുട്ടിൽ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചിക്കൻ കറി വെക്കുമ്പോൾ നോ മോർ ഡെക്കറേഷൻസ് ആൻഡ് ഓൾ. കുറേ ഡെക്കറേഷൻസും പിന്നെ എന്താ എക്സ്പെരിമെൻറ്റ്സും അങ്ങനെ ചെയ്യില്ല. സിമ്പിൾ ചിക്കൻ കറി വെക്കുള്ളൂ. ബിക്കോസ് വിശപ്പിൻ്റെ വിളിയാണ്. എല്ലാം കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ 11:30 ഉച്ചയൊക്കെ ആയി. ബിക്കോസ് എബ്രുവിൻ്റെ കാര്യമൊക്കെ നോക്കി കഴിഞ്ഞ ശേഷമാണ് ഞാൻ കഴിക്കണം, അല്ലാതെ ഇടയ്ക്ക് പോയി കഴിക്കാൻ പറ്റില്ല. അവനിപ്പോൾ അവൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞു. ഹീസ് ലിസണിങ് ടു മ്യൂസിക്. അവന് വൈബ് ചെയ്യില്ല. ആ സമയത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. പുട്ട് ആൻഡ് ചിക്കൻ കറി, പുട്ട് ആൻഡ് ബീഫ് കറി ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ ഇന്നലെ നൈറ്റ് ബേബി നമുക്ക് കപ്പ ബിരിയാണി ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ അത് കഴിച്ചിട്ടാണ് പറയുന്നത്. ആക്ച്വലി ചിക്കൻ കറി വെക്കാൻ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സവാള, ടൊമാറ്റോ, സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ കറി, എക്സ്പെരിമെന്റ്സ് ഒന്നുമില്ല. സവാള, ടൊമാറ്റോ, അനിയൻസ്, സവാള അനിയൻ സെയിം അല്ലേ, ടൊമാറ്റോ, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ഇട്ടിട്ടൊന്ന് വാട്ടിക്കഴിഞ്ഞു. ഇനി പൗഡേഴ്സാണ് ഇടാൻ. കുറച്ചധികം മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട്. ബിക്കോസ് ഗ്രേവി കുറച്ച് വേണം, ബിക്കോസ് പുട്ടുമല്ലേ. അപ്പോൾ മുളക് പൊടി ഒരു ലോഡ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഗ്രേവി ഇല്ലെങ്കിൽ സോനോടി. മഞ്ഞപ്പൊടി ഓൾറെഡി ചിക്കൻ നമ്മൾ കഴുകുമ്പോൾ ഇടാറുണ്ട്, അതുകൊണ്ട് കുറച്ചിട്ട് നിങ്ങളൊക്കെ എല്ലാം ഇടുന്നേക്കാൾ കുറച്ചധികം ഞാനിടും. ബിക്കോസ് മഞ്ഞപ്പൊടി ഒരു വീക്ക്നെസ് ആണ്. ബിക്കോസ് എനിക്ക് നോൺ വെജ് ഇങ്ങനെ സ്മെല്ല് വരാൻ പാടില്ല. ഞാനില്ലേ ഈ കറിയൊക്കെ ഉണ്ടാക്കുന്നത് ഐ തോട്ട് ഐ ടേക്ക് ഇറ്റ് ഇൻ ടൈം ലാപ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഞാൻ ക്യാമറ ഓൺ ചെയ്തത്. ബട്ട് ദെൻ ഐ തോട്ട് എന്തിന് ടൈം ലാപ്സ്, സംസാരിച്ചുകൊണ്ട് നമുക്ക് ചെയ്തുകൂടി. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ടൈം ലാപ്സ് മാറ്റി സംസാരിച്ചുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, കറി ഇപ്പം റെഡിയാവും. ഇനി വെള്ളം ഒഴിച്ച് കുറച്ച് തിളപ്പിച്ചാൽ ചിക്കൻ ഇട്ടാൽ മതി. സിമ്പിൾ. എനിക്ക് ഓവറോൾ ഒരു സമ്മറി ഞാൻ തരാം. എണ്ണ ഒഴിക്കാം, കറി ലീവ്സ് ഇടാം, ടൊമാറ്റോ, അനിയൻസ്, ഗ്രീൻ ചില്ലി ഇടാം, വയറ്റ എന്തോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ഇടാം, പെപ്പർ പൗഡർ. ചിക്കൻ മസാല ഇട്ടില്ല. ഞാൻ കിളി പോയിരിക്കണ എന്തറിയോ, എനിക്ക് ഈ മസാല ഒക്കെ മൂക്കിൽ കയറിയ ഭയങ്കര ആശ്വസിച്ചത്. ഓക്കെ, ചിക്കൻ മസാല ഇട്ടു നമ്മൾ. അതിനെ കുറച്ച് വെള്ളം ചൂടാവാൻ വെക്കട്ടെ. ഇപ്പോഴത്തെ കലത്തിൽ ചോറാണ് ഉച്ചത്തേക്കുള്ള. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനോട് കറി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ലൈക്ക് ചിക്കൻ കറി ഉണ്ടാക്കി, അത് കൂടുതലുണ്ടെങ്കിൽ വിൽ ടേക്ക് ദാറ്റ് ചിക്കൻ കറി ഫോർ ലഞ്ചിൽ നമ്മൾ അത് തന്നെ എടുക്കും. തീർന്നു പോയാൽ വേറെ ഉണ്ടാക്കും. അല്ലെങ്കിൽ അത് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വെജ് വെച്ചിട്ട് ഉലത്ത് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. എൻ്റെ വീട്ടിൽ അങ്ങനെയായിരിക്കും. ഞാൻ വെള്ളം വെച്ചത് ഇതിൽ ഒഴിക്കാനാണ്. ചൂടുവെള്ളം ഒഴിക്കണം. ടാപ്പിൽ നിന്ന് എടുത്തിട്ട് തണുത്ത വെള്ളം ഒഴിക്കരുത് നേരിട്ട്. അതിന് മുമ്പ് ഈ പൗഡേഴ്സിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകണം. ഓഫാകട്ടെ. ചോറ് വെഞ്ഞ് കൊണ്ട് പാടും കൊണ്ട് വരും. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പാമ്പ്
പറ്റില്ല. എന്നെ മേത്തുമുള്ളോ ശിശുക്കോ എന്നെ വേണ്ടി ചുറ്റുക്കോ. Look at the camera. Look at the camera, beta. ചുരുളം മുടി, ഡാഡിയുടെ മുടി ചുരുളം മുടി. ഉമ്മയുടെ സ്ട്രൈറ്റ് ഹെയർ കിട്ടിയിട്ടില്ല. ഉമ്മയുടെ സ്ട്രൈറ്റ് ഹെയർ കിട്ടിയിട്ടില്ല. കുസ്തിയാണ്, ഫുൾ കുസ്തി കളിച്ചിട്ട് ഇന്നാലും ഒരു പാടാക്കി വെച്ചിട്ടുണ്ട് നെറ്റില്. എന്ത് പറ്റിയറിയോ, എബ്രു ഇല്ലേ, എബ്രു കളിച്ചപ്പോ ഒരു ഡോർ കൊണ്ട്, ഒരു കബഡിന്റെ ഡോർ കൊണ്ട് പാട് വന്നു. ഉമ്മിനെ കരയിപ്പിച്ച് എന്തൊക്കെ ചെയ്യാൻ ചേർക്കാൻ. എന്തൊക്കെ ചെയ്യണം നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ. നിങ്ങൾ എവിടെയായിരുന്നു, നോക്കുന്നുള്ളേ, വിവശനെ നോക്കുള്ളേ. ഒന്ന് ചിക്കോ. ഹായ്, ഹലോ. എബ്രു എവിടെയായിരുന്നു? വൈബർ എബ്രു പേര് വെച്ച് നമ്മൾ. വൈബർ എബ്രു ഫുൾ ടൈം സോങ് വേണം, ഡാൻസ് കളിക്കണം, വൈബ് ആക്കണം. എബ്രു, ലെറ്റ്സ് പ്രിപ്പയർ ചിക്കൻ കറി. ഗൈസ്, വെള്ളം ചൂടായിട്ടുണ്ട്. സോ ഇതിലോട്ട് ഒഴിക്കാൻ പോവാം. ചിക്കൻ കറി വെക്കാൻ അറിയോ എബ്രു നിനക്ക്? എബ്രുന് ചിക്കൻ കറി വെക്കാൻ അറിയോ? ഇല്ലേ? അന്നൂടെ? Excuse me. Yes. Side please. Okay. Side is all yours. ചോറ് വടിക്കും പോവാ ഗൈസ്. Yes, please. അപ്പോ നമ്മുടെ ഗ്രേവി റെഡിയായി. തിളക്കട്ടെ. അല്ലേ ബു, നിനക്ക് അലർജി ഉള്ളതാണ് എന്നെ പോലെ. ഇപ്പൊ തുമ്മു ഇവൻ. നമുക്ക് ആ വെള്ളം മതിയായില്ല. സോ വി നീഡ് സം മോർ വാട്ടർ. കുറച്ചുകൂടി വെള്ളം ഒഴിക്കും. ഓക്കെ ഗൈസ്, ഈ കാഴ്ച നിങ്ങൾ കണ്ടാൽ നെറ്റും സോനസ് ഫേവറേറ്റ്. എന്നാൽ സോനു ചിക്കൻ കറി വെക്കണുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഷീസ് ഹാവിങ് ദിസ് ബിക്കോസ് ഇതാണ് സോനുന്റെ അപ്പന്റെ എല്ലാവരുടെ ഫേവറേറ്റ്. സോനുന് ഈ ഇടക്കാണ് റിയലൈസ് ആയത്. വെറുതല്ലേ എനിക്ക് റോബസ്റ്റ് എന്ന് പറഞ്ഞ ഇത്ര പ്രാർത്ഥന. അപ്പൊ ചപ്പാത്തിന്റെ കൂടെ ഒക്കെ റോബസ്റ്റ് കഴിക്കുമല്ലേ? രാവിലെ കറി ഉണ്ടെങ്കിലും കറി കൂട്ടൂല. ചിങ്ങമ്പഴവും പുട്ടും പഞ്ചസാര. ഞാനന്ന് ബീഫ് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. പുട്ടു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബീഫ് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ പോയിട്ട് കഴിച്ചു ഇതൊക്കെ. അപ്പൊ ഞാൻ ഈ ഇടക്കാണത് മനസ്സിലാക്കിയത്. അതിന്റെ കൂടെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വിടുവല്ലേ? ഇട്ട് തിന്നടാരെങ്കിലും. പുട്ടും പഞ്ചസാര. അപ്പം പഴം മാത്രം കഴിക്കോളൂ, ഞാൻ പഞ്ചസാര ഇടും. അപ്പൊ പിന്നെ ഹെൽത്തി അല്ലേ ഇന്നെ പോലെ? മധുരമുണ്ടല്ലോ, പഴത്തിന്റെ മധുരമുണ്ടല്ലോ. എന്നാലും നമുക്ക് ഷുഗർ ഇടാം. ഞാനും ഇങ്ങനെ കഴിക്കും, പക്ഷെ നിന്നെ പോലെ എല്ലാം ഒന്നിച്ച് കുഴച്ചു ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വഴക്കണം. നല്ല ടേസ്റ്റ് അല്ലേ? ഞാൻ ഇച്ചിരി പഴത്തോടെ കഴിക്കണം. കുറച്ച് പുട്ട് നിന്നെ അങ്ങനെ ആക്കോ ഉമ്മി? തിളക്കട്ടെ നല്ലോണം. അല്ല ഇപ്പൊ ഉമ്മ കഴിക്കുന്നത് എന്താ? പുത്തു. ലെഫ്റ്റ് ഹാൻഡിൽ കഴിക്കണ പോലെ ഉണ്ട്. സെൽഫി പിടിക്കും. ഇനി പറയണ്ട സുവനത്ത റൈറ്റ് ഹാൻഡിൽ കഴിച്ചൂടെന്ന്. റൈറ്റ് ഹാൻഡിലാണ് ഗൈസ് കഴിക്കണത്. ചൂട് ചൂട് ചൂട്, കിച്ചണ് ചൂട്. കണ്ടില്ലേ ഇവരുടെ വൈബ്? ഫുള്ള് സോഫ, ഇവിടെ പാട്ട്. ആഹാ, ഉമ്മമ്മോന്റെ വൈബാണ് ഗൈസ്. വൈബർ എബ്രു നെറ്റ് നോക്കിയ ഗൈസ്. എത്ര സൂക്ഷിച്ചാലും ഇവനില്ലേ, ഇവന് നമ്മളെ എബ്രുന്ന നമ്മളെ സൈഗൊക്കെ ഈ വയസ്സിലില്ലേ എന്ത് പാവായിരുന്നറിയോ? എവിടെയെങ്കിലും ഇരുത്തിയിരിക്കും. പാവം കൊച്ചായിരുന്നു അവന്. കടിച്ചോണ്ട് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും. പുത്ത് വേണോ? പുത്ത് ഉമ്മ എങ്ങനെ വൈബാക്കണേ? സോന എങ്ങനെ വൈബാക്കണേ?
കാണിക്ക് കാണിക്ക് ഓ, ഓ. തള്ളിട്ട് കാണിക്ക് കാണിച്ചാ കാണിക്ക് ആ തീ നോക്കിക്കൊണ്ടിരിക്കുക പാട്ട് വെക്കാൻ വായിൽ പുട്ടും വെച്ചോണ്ട് കാണിക്കണില്ലേ കുഞ്ഞു വാവൊക്കെ എല്ലാം പ്യൂരാക്കി കൊടുക്കണം ഗൈസ് അല്ലാതെ കഴിക്കൂല. 4-5 കണ്ടില്ലേ മോത്ത് കയ്യിലൊക്കെ വീണ് ഈ കയ്യില് ആ കയ്യിലെല്ലാം മിണങ്ങി ചവച്ചു കുഞ്ഞു വാവക്ക് പറ്റൂല. പറ്റൂലെന്ന് ക്ലീൻ ആക്കട്ടെ അവനെ. കുറച്ച് വെള്ളം യെസ്, നമ്മളെ ഗ്രേവി തിളച്ചായിരുന്നു. അതിലോട്ട് ഞാൻ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് നല്ലോണം വേവട്ടെ. കുറച്ച് നെയ്യും ഒഴിച്ചായിരുന്നു. യെസ്, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുഴപ്പമില്ല. കറി അത്ര അടിപൊളി എന്ന് പറയാൻ പറ്റൂല. ഓക്കെ ആയിരുന്നു. ഒരു സിമ്പിൾ കറിയല്ലേ, പുട്ടിൻ്റെ കൂടെ കഴിക്കാം ഗ്രേവിയൊക്കെ ആയിട്ട്. ബട്ട് എപ്പോഴും പറയുന്ന പോലെ അടിപൊളിയല്ല, നോർമൽ ഒരു കറിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ദെൻ വി വാച്ച്ഡ് എ മൂവി. വി വാച്ച്ഡ് എന്ന് പറയാൻ പറ്റില്ല, ബേബി വാച്ച്ഡ് എ മൂവി. ബിക്കോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് ഓടുമായിരുന്നു എബ്രൻ്റെ പുറകെ. അങ്ങനെ കുർത്തക്കേട് ഒപ്പിച്ച് വെക്കുമല്ലോ. അപ്പോൾ മൂവിയൊക്കെ കണ്ട് ആൻഡ് വി ഷോട്ട് എ റീൽ. ഒരു റീൽ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം കഴിയുമ്പോൾ കുറച്ച് സമയമായി. എന്നിട്ടാണ് എനിക്ക് വ്ളോഗിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ ഇന്നത്തെ ഡേ ഒക്കെ വെൽ സ്പെൻഡ്. ഇന്ന് റീൽ എടുത്ത് ആ റീൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പോയാൽ കാണാൻ പറ്റും. ഇന്നത്തെ ഡേ ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഷൂട്ടൊക്കെ കഴിയുമ്പോൾ എബ്രു വാസ് ഡാം സ്ലീപ്പി. അതുവരെ സോനുൻ്റെ കയ്യിലായിരുന്നു. ദേ വെൻറ്റ് ഫോർ എ റൗണ്ട്. സോനു പുറത്തൊക്കെ അവനെ കൊണ്ടുപോയി. നെയ്ബർ ആൻറ്റീൻ്റെ അടുത്തൊക്കെ സംസാരിച്ച്. അത് കാണുമ്പോൾ എന്നെ കാണുമ്പോൾ ഒരു കരച്ചിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ എടുത്തു, ഹൈ ഫൈഡ് ഹിം. ആൻഡ് ഇപ്പോൾ അവൻ നല്ല ഉറക്കമാണ്. ആ സമയത്ത് സുനു സൈഗൊക്കെ വന്ന് സ്കൂളിൽ നിന്ന്. ഇത് ഞാനിങ്ങനെ ഓറലി എക്സ്പ്ലെയിൻ ചെയ്യണേ. ഇറ്റ്സ് എ ലോങ് പ്രോസസ് ആക്ച്വലി. യെസ്, സുഖമാണ് കുളിച്ചിട്ട് വന്നു ഗൈസ് ആ സമയത്ത്. അപ്പോൾ കുറേ സംഭവിച്ചു. അതൊക്കെ വാക്കുകൾ എനിക്കൊക്കെ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് തിരക്കായി പോകും. അപ്പോൾ ഇന്നത്തെ ഡേ വാസ് ഗുഡ്. കണ്ട മൂവി പകുതി കണ്ടെങ്കിലും അടിപൊളിയായിരുന്നു. ഡിഫറെൻറ്റ് സ്റ്റോറി ആയിരുന്നു. സോ ഇനി തൽക്കാലത്തേക്ക് മൂവിയൊക്കെ OTT കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ബിക്കോസ് ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എക്സ്പീരിയൻസ്. ഒരു മൂവിക്ക് പോയിട്ട് എനിക്ക് ഈ സ്റ്റെപ്സിലിരുന്ന് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസം. ഫോണൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്സിലിരുന്ന് നോക്കും. അപ്പോൾ സുവനിത ഒരു സിങ്ക് കെട്ടൊക്കെ കെട്ടിയിട്ട് വന്നിട്ടുണ്ട് ഗൈസ് തലയിൽ. നമ്മളെല്ലാവരും അങ്ങനെ കുളിച്ച് കഴിയുമ്പോൾ ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, അങ്ങനെ കെട്ടുള്ളൂ, ബാക്കിലോട്ട് കെട്ടൂല. അപ്പോൾ അങ്ങനെ കെട്ടരുത് എന്നുള്ള ഇങ്ങനല്ല. ഷീ മേക്ക് ദറ്റ് റൗണ്ട് തിങ്. ഞാനിങ്ങനെ ദറ്റ് പെർഫെക്റ്റ്, അതാ ഇഷ്ടം. സോണിപ്പോൾ വേറെ സ്റ്റൈലാണ്, ഇങ്ങനെ റൗണ്ട് ആക്കി. പക്ഷെ ഫ്രണ്ടിലോട്ടാണ് നമ്മുടെ സുരു അവിടെ നിന്ന് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഷീ ഈസ് സ്റ്റഡിങ്. അപ്പോൾ അവൾ അവളുടേതായ കംഫർട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ട്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഷോ ഹർ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇതൊക്കെയാണെന്ന് പറയാൻ വേണ്ടി ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല. ആകെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചിട്ട് ബാക്കി കഥയൊക്കെ വായില്ല പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടോ നിനക്ക് കഥ പറയാൻ? ഇല്ല, ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോണേണ്, ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ സോനു മോയ്സ്ചറൈസറൊക്കെ തേച്ച് പിടിപ്പിച്ച്. യെസ്, ടുമോറോ വി ആർ പ്ലാനിങ് ടു ഗോ ടു പാർലർ. പ്ലാൻ ചെയ്തിട്ട് ഒരു മാസം ആവാറായി ഗൈസ്. ടൈം കിട്ടണല്ലോ പോവാനായിട്ട്. എക്സ്പ്രഷൻ എന്താന്നല്ലേ അവിടെ സുനു എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് പോയാൽ മതി എന്നാ. സമയം കിട്ടാറില്ല ഗൈസ്. അപ്പോൾ നാളെ എന്തായാലും പോകണം. സൺഡേ ഒരു ഫങ്ഷൻ ഉണ്ട്. ത്രെഡൊക്കെ ചെയ്യണം. കാർഡ് പോലെ വളർന്നിരിക്കണം, കണ്ടില്ലേ? So yeah, I hope you enjoy this small video.
ലൈഫിൽ എൻജോയ് ചെയ്യാനൊന്നുമില്ല. ഐ നോ, സിമ്പിൾ. എല്ലാ കുറേ മെസ്സേജസ് ആൻഡ് കമൻസ് ഒക്കെ വരാറുണ്ട്, ഡെയിലി വീഡിയോ ഇട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. അവർക്ക് വേണ്ടി ഐ എം ഡൂയിങ് സം അതർ തിങ്. എനിക്കും ചില ടൈമിൽ മടിയാവും ഇങ്ങനെ ക്യാമറ പൊക്കിക്കൊണ്ട്. ബിക്കോസ് ഫുൾ ടൈം ഭയങ്കര ടയേർഡാവും, ഓടി നടന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ടയേർഡാവും. ആൻഡ് വി ഡോണ്ട് ഹാവ് മെയ്ഡ്. ഇപ്പം നമ്മൾ മെയ്ഡും ഇല്ല. സോ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ട് ദിസ് മന്ത് എൻഡ് വരുമെന്ന്. ഇൻഷാല്ല വരുമായിരിക്കും. അതിൽ പിന്നെ കുറച്ച് ഈസി ആവുമായിരിക്കും. നൗ ഷൂട്ട്, ഹൗസ് ഹോൾഡ് തിങ്സ് എല്ലാം ആവുമ്പോൾ നോ മൂഡ് ഫോർ ഷൂട്ട്. അപ്പോൾ അതാണ് വ്ളോഗ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ. ടയർഡായി പോകും ഭയങ്കരമായിട്ട്. സോനിത വന്നു കാണിച്ചിട്ട് തന്നെ വേണ്ടപ്പാക്ക. സോനുൻ്റെ ഒരു മെയിൻ സംഭവമാണ് മാച്ചിങ് ഇട എന്ന് പറയുന്നത്. ഞാനും സോനു തോന്നിയത് കിട്ടുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ. എനിക്ക് ഞാൻ പറയണ എനിക്ക് സ്റ്റെപ്സിലിരിക്കുന്ന ഇഷ്ടമാണ്. മമ്മയുടെ നൈറ്റി ഞാൻ പോയ പ്രാവശ്യം പോയപ്പോ കൊണ്ടുവന്നത് എല്ലാം മമ്മത്തിനെ കൊണ്ടുവരും. മമ്മന്റെ എന്ത് ഡ്രസ് ഇട്ടാലും ഈ ലുക്ക് ഗുഡ്. യുനോ, മമ്മന്റെ ഷോൾ ആവട്ടെ, മമ്മന്റെ സൽവർ. നേരത്തെ ഒരു ഷൂട്ടിന് നിങ്ങൾ ഇപ്പൊ റീസെന്റ് എന്റെ ഒരു പീച്ച് കളർ ഞാൻ പറഞ്ഞല്ലേ റീൽ ഷൂട്ട് ഉണ്ടായിരുന്നത്, ഒരു പീച്ച് കളർ സൽവർ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തത്. അതിന്റെ മമ്മന്റെ ആണ്. ഷി ഗേവ് മീ 5 years ബാക്ക്. അതിപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട് ആർക്ക് കൊടുക്കാതെ. എൻ്റെ പുതിയ ഡ്രസ്സ് വേണേൽ ഞാൻ കൊടുക്കാം, അത് കൊടുക്കില്ല. ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. അപ്പോൾ അതിട്ടപ്പോഴും ഐ വാസ് ലുക്കിംഗ് ഗുഡ്. ബട്ട് സ്റ്റിൽ മമ്മയുടെ എന്തിട്ടാലും ഷേപ്പ് ഇല്ലാത്തതാണെങ്കിലും ഷേപ്പ് ഉണ്ടായാണെങ്കിലും ലുക്ക് ഗുഡ്. ഒരു ഷോൾ ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും പോയി ഇന്ററപ്റ്റ് ചെയ്ത് പോയി. സോ വി ബോത്ത് വെയറിംഗ് പിങ്ക് ഷോൾ. ഞാൻ ഇതിൽ തന്നെ ഷോള് കാണാനില്ല. ഇത് തന്നെയായിരുന്നു അല്ലെ നീ കിട്ടണത്? ഈ ഷോളൊക്കെ 5-6 വർഷമായി. ബട്ട് സ്റ്റിൽ വി ഹാവ് ചില പുതിയ ഷോൾസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും കംഫർട്ട് അല്ല, നമ്മൾ യൂസ് പോലെ ചെയ്യൂല. അവിടെ തന്നെ ഞാൻ അവിടെ എൻ്റെ പല്ല് കടിച്ചോണ്ടിരിക്കും. ഹായ് അവിടെ ഹായ്. ആ അപ്പാപ്പനുണ്ട്. അപ്പാപ്പനും പോയി കാണും. ഇന്നലത്തെ റീൽസിലുണ്ടല്ലേ. ഇതിപ്പോ ഇടാൻ പോണോ വീഡിയോ? അപ്പന്നെ റീൽസ് ഇടുമ്പോ റീൽസിൽ അപ്പാപ്പനങ്ങനെ റീൽസിൽ വന്നിരിക്കുകയാണ് ഗൈസ്. സൈഗു പോയാ ഹായ് എന്നിട്ട് പോയി. അതന്നെ കാണുമ്പോ തന്നെ വലിച്ചു പറിച്ചുകളുണ്ട്. അതൊക്കെ നിറച്ച് പാട് അൺഈവൻ ടോൺ എല്ലാം ആയി. വയസ്സായില്ലേ. സോനു നാളെ ഫേഷ്യൽ ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു ഇതിലാണ്. പല്ല് കമ്പിട്ടോണ്ടിട്ട് തേക്കാൻ പറ്റും. ഒരു മസാജ് ചെയ്യുമ്പോ ചിലപ്പോ അവന്റെ കൈ മുറിയും, അല്ലെങ്കിൽ എന്റെ വാതന്റെ മുറിയും. അപ്പൊ ഒരു സമാധാനത്തിന് ചെയ്യണേ, അതൊക്കെ വല്ലപ്പോഴും ചെയ്യണേ. ഇപ്പൊ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് മെയിൻ പെഡിക്യൂറാണ്. കാല് വിണ്ട് കീറുവേണ്ട, എന്താന്ന് അറിഞ്ഞൂടാ. ഞാൻ ചെളിയിലും മണ്ണിലും എവിടെയും പോണില്ല, എന്നിട്ട് എന്റെ കാല് ഉപ്പൂറ്റി വിണ്ട് കീറി. പെട്ടെന്നുള്ള റെമഡി പെട്ടെന്ന് ശരിയാണ്. ചില സമയത്ത് നമ്മൾ ഉറങ്ങിയൊക്കെ എഴുന്നേക്കുമ്പോ കാല് താഴെ കുത്തുമ്പോ വേദന എടുക്കും. ആ വിണ്ട് കീറിയത് ചിലപ്പോ വേദന എടുക്കും. കട്ട 2 കാലിലുണ്ട് ഇപ്പൊ ഇങ്ങനെ കട്ടായിട്ട് ഒരു വേദന ഇങ്ങനെ പൊളർന്നു വന്നു ഇങ്ങനെ തുറന്നിട്ട്. അതന്നെ പെട്ടെന്ന് ഈ ഞാൻ കൊറേ ഇങ്ങനെ ഗൂഗിൾ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോ ക്രീം പറയാൻ പറ്റാതെ ഇടയ്ക്ക് ഒരാഴ്ച യൂസ് ചെയ്യും. അപ്പൊ ഒരു ആശ്വാസം കിട്ടുമ്പോ നിർത്തും. പിന്നെ അല്ലാതെ ക്യാൻഡിലൊക്കെ ഉരുക്കിയിടാനൊക്കെ കാര്യമൊക്കെ പറയണ്ടാകും. അതൊന്നും ചെയ്തിട്ടില്ല, വേദന എടുക്കും. അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണാറുണ്ട്, പക്ഷെ ഒന്നും നോക്കില്ല. ആകെ ആ ക്രാക്ക് ക്രീം ഇടും, ഒരു 2 ദിവസം ഇട്ട് കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും, നിർത്തും. അല്ലാതെ പെർമനന്റ് ആയിട്ട് അത് പോകാൻ വല്ല വഴിയുണ്ടാവും. എന്റെ കൈ കഴിച്ച് എന്തായാലും നമ്മുടെ റീൽസ് ഒക്കെ പോയിട്ട് കാണും. നാളെ പറ്റും വ്ളോഗ് ചെയ്യാം. നാളെ എന്തെങ്കിലും നമ്മൾ പോവോ? കുറെ ദിവസമായി പറഞ്ഞിരിക്കും. ആക്ച്വലി ഞാനാ മണി കാണിക്കണേ. സോനെപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും പിന്നെ ഈ ഞായറാഴ്ച നമുക്ക് പരിപാടിയുണ്ട് ബഷീയുടെ സിസ്റ്ററിന്റെ മോന്റെ. അപ്പൊ ത്രെഡ് ചെയ്യണം. ഇപ്പൊ നമ്മൾ കുറെ നാളായി. മെയിൻ ഇതാണ് മുഖത്ത് കാട് പോലെ കണ്ട കാട് പോലെ. അത് ത്രെഡ് ചെയ്യാത്ത ആൾക്കാർക്ക് അറിയൂല. നമ്മൾ ചെയ്ത് സ്മോൾ വെട്ടം വെളിച്ചുണ്ടാവില്ല ഫേസിൽ, എന്തോ പോലെ ആയിരിക്കും. ഫോറെല്ലോ
ക്ലിയർ ആയാലും ത്രെഡ് ചെയ്ത് വരുമ്പോൾ തന്നെ എന്തോ ഫേഷ്യൽ ചെയ്ത പോലെ ഉണ്ടോ അല്ലേ? മതി മോളെ. Okay, guys, we'll see you all in the next video. Bye.